ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ശക്തമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാമോ? ശക്തമായി കരമടിച്ച്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മളൊരു സാക്ഷ്യം വായിച്ച് കേൾക്കുകയാണ്. ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ മകൻ ലിജോ ജോസഫ് കാനഡയിലെത്തിയിട്ട് 12 വർഷം കഴിഞ്ഞു. അവൻ ഇത്രയും നാളുകളായിട്ട് വാടക ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാനഡയിൽ വന്നിരിക്കുന്ന ഞാൻ കഴിഞ്ഞ 3 മാസം നൈറ്റ് വിജിലിൽ ഈ നിയോഗം വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ പ്രാർത്ഥിച്ചത് അടുത്ത മാസം നൈറ്റ് വിജിൽ പുതിയ വീട്ടിൽ കൂടുവാൻ സാധിക്കണമേ എന്നായിരുന്നു. അന്ന് തന്നെ വീട് വാങ്ങുന്നത് ശരിയായി. ഒക്ടോബർ മാസത്തിൽ തന്നെ പുതിയ വീട്ടിലേക്ക് മാറുകയും ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് കൂടെയായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന് 1000 നന്ദി. വലതെഴുതെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഒരു നിയോഗം വെക്കുകയാണ്. അടുത്ത നൈറ്റ് വിജില് ഈ വീട്ടിലിരുന്ന്, സ്വന്തം വീട്ടിലിരുന്ന് നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സർവശക്തനാണ്. അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നൈറ്റ് വിജിലിൽ സമർപ്പിക്കുന്ന ഓരോ നിയോഗവും സ്വർഗം അതീവ ഗൗരവത്തോടെ പരിഗണിക്കുകയും അതിനേറ്റവും അടുത്ത് ഉത്തരം തരുന്നുണ്ട് എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളടച്ച്. ഒരുപക്ഷെ നിങ്ങൾ അനേക വർഷമായി നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയായിരിക്കാം. ചില നിയോഗങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ അവശേഷിക്കുന്നുണ്ടാകാം. ഈ അമ്മയുടെ നിഷ്കളങ്കമായ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി നൽകിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയും കേൾക്കാതെ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ ഈശോ കടന്നു പോകുകയില്ല. ആ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും യേശു ഒരു ഉത്തരം തരും. ആ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് 2 കരമുയർത്തി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം നിശ്ചയമായും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രാർത്ഥനയും ഈ രാത്രി സന്ദർശിക്കുമെന്ന ബോധ്യത്തോടെ ഒന്ന് ചേർന്ന് കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു, വലതുരുത്ത് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്, അഥവാ ആഗ്രഹിക്കാറുണ്ട്. ഒന്ന്, എൻ്റെ കയ്യ് പത്രോസിൻ്റെയോ പൗലോസിൻ്റെയോ മറ്റേതെങ്കിലും വിശുദ്ധരുടെയോ പോലെയുള്ള ഒരു കരം ആയിരുന്നെങ്കിൽ. ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ മാത്രം എൻ്റെ കരങ്ങൾക്ക് നീളമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരത്തിന് അപ്പോസ്തലന്മാരുടെ വിശുദ്ധരുടെ പോലെ ഒരു കരവും നിങ്ങളുടെ മേലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ മാത്രം ആ കരത്തിന് നീളവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അത് ആഗ്രഹിക്കാവുന്നേ ഉള്ളൂ, നടക്കില്ല. അതിൻ്റേതായ ഒരു സങ്കടവും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഇന്ന് ഞാനിങ്ങനെ ഒരു നൈറ്റ് വിജിൽ കഴിയുമ്പോൾ തുടങ്ങി
അടുത്ത നൈറ്റ് വിജിലിന് എന്താണ് പ്രാർത്ഥിക്കാൻ ഒരു വിഷയം തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം തോന്നുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക്. കാരണം എല്ലാ കുടുംബത്തിലും പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അഴിഞ്ഞു പോകേണ്ട ബന്ധനങ്ങളുണ്ട്, ആത്മാവിൻ്റെ ബന്ധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലർക്കും ആത്മീയ വളർച്ചയില്ല, ആത്മീയ മുരടിപ്പ്, വിശ്വാസം നഷ്ടപ്പെടുന്നു, പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോക്കില്ല, കുമ്പസാരമില്ല, കൂതാശകളൊന്നുമില്ല. ഇതൊക്കെ ആത്മീയ ബന്ധനമുള്ളത് കൊണ്ടാണ്. രണ്ടാമത് മനസ്സിൻ്റെ ബന്ധനങ്ങളുണ്ട്. നിരാശയും സങ്കടവും ഭയവും ഉത്കണ്ഠയും കുറ്റബോധവും അപകർഷബോധവും, അങ്ങനെ കുറേ തരം ബന്ധനങ്ങൾ ആത്മാവിലുണ്ട്. ബുദ്ധിക്ക് ബന്ധനങ്ങളുണ്ട്. ആര് എന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും തലയിൽ കയറൂല. അവനവൻ വിചാരിക്കുന്ന തെറ്റായ വഴികളിൽ കൂടെ മാത്രമേ പോകൂ. അത് ബുദ്ധിയുടെ ഒരു ബന്ധനമാണ്. അതുപോലെ ശരീരത്തിൽ ബന്ധനങ്ങളുണ്ട്. നാനാതരം രോഗപീഠകൾ ഒക്കെയായിട്ട്. സാമ്പത്തിക മേഖലയിൽ ബന്ധനങ്ങളുണ്ട്. ചില കുടുംബങ്ങൾ എത്ര അധ്വാനിച്ചാലും രക്ഷപ്പെടുന്നില്ല, കഷ്ടപ്പെട്ടാലും കര കയറുന്നില്ല, കടബാധ്യത ഒരിക്കലും തീരുന്നില്ല, ഒരു സാമ്പത്തിക പുരോഗതി ഒരിക്കലുമില്ല. മറ്റു ചില കുടുംബങ്ങളിൽ ദമ്പതികൾ തമ്മിലുള്ള കലഹമാണ് പ്രശ്നം. രണ്ടുപേരും തമ്മിൽ ഒരിക്കലും ചേരില്ല. രണ്ടുപേരും നല്ലവരാ, രണ്ടുപേരും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അവരുടെ ഇടയിൽ ഭിന്നതകൾ വളരുന്നു. മറ്റു ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലാണ് പ്രശ്നം. ഒരിക്കലും അവർ തമ്മിൽ ചേരുകയില്ല. മറ്റു ചിലയിടത്ത് തൊഴിൽ മേഖലയിലാണ് പ്രശ്നം. ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടിയാലും അതിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല, ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. മറ്റു ചിലർക്ക് വീട് പണിയാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അഥവാ വീട് പണി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ബന്ധനമാണ്. പൈസയുണ്ട്, പക്ഷെ പണി നടക്കുന്നില്ല. ഞാൻ അത്തരം പല വീടുകളിൽ പോയി ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് വിശുദ്ധജലമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ ആ വീടുകൾക്കൊക്കെ പണിയാനുള്ള തടസ്സങ്ങൾ മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ എന്തോ ചില ബന്ധനങ്ങളുണ്ടായിരുന്നു. പണമുണ്ട്, പണിക്കാരുണ്ട്, സാഹചര്യം എല്ലാം ഉണ്ട്, പക്ഷേ പണി നടക്കുന്നില്ല. അങ്ങനെ ഒരു അവസരം. ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം പണിയുമ്പോൾ, 8-10 നിലയുള്ള കെട്ടിടമാണ്. അത് പണിയുമ്പോൾ നിരന്തരം പണിക്കാർ താഴെ വീണ് കൈകാലുകൾ ഒടിയുന്നു, ചിലരൊക്കെ മരിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പണി വേഗം തീർക്കേണ്ടത് അവർക്കുണ്ട്. കാരണം ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഇന്ന് പണി തീർക്കണം. മഴയത്തും രാത്രിയിലും ഒക്കെ പണിയാണ്. ഇങ്ങനെ പലരും താഴെ വീഴും, മരിക്കും, കൈകാലുകൾ ഒടിയും. അവരാകെ മടുത്തു. അപ്പം എന്നെ ഒരു ദിവസം വിളിച്ചു, വന്ന് അവിടെ നിന്ന് പണിയുന്ന കെട്ടിടം ഒന്ന് വെഞ്ചരിക്കാമോ? അങ്ങനെ ഞാനൊരു 125 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ആ കെട്ടിടമൊക്കെ വെഞ്ചരിച്ച് ഡെലിവറൻസ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അതോടുകൂടി ആ പ്രശ്നം തീരുകയാണ്. ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ പോയി ചെയ്തൊന്നും നിങ്ങളെ അറിയിക്കാനല്ല. ഈ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഇങ്ങനത്തെ ചില ബന്ധനങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പൈശാചിക ബന്ധനങ്ങൾ പലയിടത്തുമുണ്ട്, പല വ്യക്തികളിലുമുണ്ട്, പല കുടുംബങ്ങളിലുമുണ്ട്. അപ്പം അതും അഴിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ശാപത്തിൻ്റെ ബന്ധനങ്ങളുള്ള വീടുകളുണ്ട്. മാതാപിതാക്കളുടെ ആകാം, അധ്യാപകരുടെ ആകാം, ചിലപ്പോൾ ചില വൈദികരുടെ ആകാം, അല്ല മറ്റാരുടെയെങ്കിലുമൊക്കെ ആകാം. ശാപത്തിൻ്റെ ചില ബന്ധനങ്ങൾ, ദുശീലങ്ങളുടെ ബന്ധനങ്ങളുള്ള ധാരാളം പേരുണ്ട്. ലഹരിയുടെ ബന്ധനം, ജഡിക ബന്ധങ്ങളുടെ അമിതമായ ആസക്തിയുടെ ബന്ധനം,
കല്യാണം കഴിഞ്ഞാലും ദമ്പതികൾക്ക് തമ്മിൽ ഒരു അടുപ്പമില്ലാത്ത അവസ്ഥ ഒരിക്കൽ ഒരു നവദമ്പതി എന്നോട് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അവർ രണ്ടുപേരും തനിച്ചൊരു വീട്ടിൽ താമസിക്കുക. ഭർത്താവ് എന്നും വൈകിട്ട് പുറത്തു പോകും, കൂട്ടുകാരുമൊത്ത് നടക്കും, രാത്രി കുറച്ച് മദ്യവുമായിട്ട് വീട്ടിൽ വരും. എന്നിട്ട് ഇവരുടെ ബെഡ്റൂമിൽ ഇദ്ദേഹം സുഹൃത്തുക്കളോടെ കൂടും, മദ്യപിക്കുക. വിളിക്കുമ്പോൾ ഈ സ്ത്രീ വെള്ളവും ഐസും കുറിക്കാനുള്ള സാധനമൊക്കെ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അവർ അടുക്കളയിൽ പോയിരുന്ന കരയുക. ഈ മനുഷ്യൻ പാതിരാത്രിയാകുമ്പോൾ കുടിച്ച് ബോധം കെട്ട് അവിടെ കിടക്കും, ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോവും. ഇപ്പം കല്യാണം കഴിച്ച് മാസങ്ങൾ പോലും ആയിട്ടില്ല. എന്തേ ഈ ഭർത്താവിന് ഭാര്യയുമായിട്ടൊരു സ്നേഹവും അടുപ്പമില്ലാത്തത്? എവിടെയോ ഒരു ബന്ധനം കിടപ്പുണ്ട്. അദ്ദേഹം പറയുന്ന അത്തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. വേറൊരു മനുഷ്യൻ വേറൊരു തരം ബന്ധനമാണ്. അദ്ദേഹത്തിന് 10-20 വയസ്സായി, കല്യാണം കഴിഞ്ഞു, കുടുംബമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിൻ്റെ വീട്ടിലാണ്. എപ്പോഴും അവിടെ പോകും. 40-45 വയസ്സുള്ള പെങ്ങളുടെ മകൻ്റെ വീട് വൃത്തിയാക്കും, അടിച്ചു വാരും, ചുക്കുര തുടയ്ക്കും. അവൻ്റെ അടിവസ്ത്രം പോലും ഉപയോഗിച്ചത് ഇയാളുടെ വീട്ടിൽ കൊണ്ട് അലക്കി തേച്ച് തിരിച്ചു കൊണ്ട് കൊടുക്കും. അയാളുടെ വീട്ടിലെ വേസ്റ്റ് ഈ മനുഷ്യൻ എടുത്തുകൊണ്ട് വന്ന് സ്വന്തം വീട്ടിലെ വേസ്റ്റിൻ്റെ കൊടുത്ത് ഡിസ്പോസ് ചെയ്യും. അത്ര ശ്രദ്ധയാണ് ആ വീടിനോട്. എന്നാൽ സ്വന്തം വീടിൻ്റെ കാര്യത്തിൽ, ഭാര്യയുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. പിന്നെ എന്തിനാ ഇയാൾ കല്യാണം കഴിച്ച്? ഒരു ബന്ധനമാണത്. അതുപോലെ തെറ്റായ പ്രേമബന്ധങ്ങൾ ഇന്ന് ധാരാളമുണ്ടെന്ന് നമുക്കറിയാം. ഒരിക്കലും വിശ്വസിക്കാനാകാത്ത വ്യക്തികൾ തമ്മിലുള്ള തെറ്റായ പ്രേമബന്ധങ്ങൾ ധാരാളമുണ്ട്. നിരന്തരം അബോർഷനായി പോകുന്ന കേസുകളുണ്ട്. അബോർഷൻ നടത്തുന്നതല്ല, അബോർഷനായി പോവുകയാണ്. എത്ര പ്രാവശ്യം ഗർഭം ധരിച്ചാൽ അതെല്ലാം അബോർഷനായി പോവുക. അല്ല, ഒരു കുഞ്ഞ് ജനിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ അത് മരിക്കുക. ഇതൊക്കെ ഓരോരോ ബന്ധനങ്ങളാണ്. അതുപോലെ അകാല മരണം. ചില വീട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ, 10-90 വയസ്സായ കാർന്നവന്മാർ കട്ടിലേൽ അടപടലം കിടക്കാം. പക്ഷെ അവരുടെ മക്കളുടെ മക്കൾ 2-4-10 വയസ്സുള്ളവർ മരിക്കുന്നു. നമ്മളെല്ലാം ചോദിച്ചു പോകും, എന്തിനായി കൊച്ചുങ്ങളെ കൊണ്ടുപോയേ? ഒന്നിനും പറ്റാതെ കാർന്നവന്മാരെ കൊണ്ടുപോയാൽ പോരായിരുന്നേ? ഞാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അകാല മരണങ്ങൾ സംഭവിക്കുക? അതുപോലെ ഉദ്ധരിപ്പ് കടവുള്ള കുടുംബങ്ങളുണ്ട്. ഉദ്ധരിപ്പ് കടം, നേർച്ച കടവുള്ള കുടുംബങ്ങളുണ്ട്. ഞാൻ ഒരൊറ്റ സംഭവം പറയാം. ഒരു നേഴ്സ് ഒത്തിരി കാലം വിദേശത്തെ മകൻ പ്രാർത്ഥിച്ചു, ഫലമൊന്നും കിട്ടിയില്ല. അവസാനം നേർച്ച നേർന്നു, ദൈവമേ, എനിക്ക് വേഗം വിദേശത്ത് പോകാൻ കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മാസത്തെ ശമ്പളം ഞാൻ ഇടവക പള്ളിക്ക് സംഭാവന ചെയ്തു കൊള്ളാം. 3 മാസത്തിനുള്ളിൽ ഇവർക്ക് ജോലി കിട്ടി വിദേശത്ത് പോയി. ആദ്യത്തെ ശമ്പളം കൈ കിട്ടുമ്പോൾ 1.5 ലക്ഷം രൂപയുണ്ട്. ഇവിടെ 10,000-15,000 കണ്ട് പഠിച്ച ആളുകൾ അവിടെ 1.5 ലക്ഷം രൂപ ഒന്നിച്ച് കൈ കിട്ടി ഇപ്പോൾ 50 പോയി. അപ്പം നേർച്ചയുടെ കാര്യം ഓർത്തു. ആദ്യത്തെ ശമ്പളം പള്ളിക്ക് കൊടുക്കാവുന്ന നേർച്ച. ഈ 1.5 ലക്ഷം രൂപ കൈപ്പിടിച്ചുകൊണ്ട് ആ വ്യക്തി പറയുക, എൻ്റെ ദൈവമേ, ഇത്രയും പൈസ ഞാനെങ്ങനെ പള്ളിക്ക് കൊടുക്കുന്നത്? ഞാനൊന്നും കൊടുക്കുകയല്ലേ, ഞാനൊന്നും കൊടുക്കൂല. നേർച്ച തെറ്റി. ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ കടം കയറി മുടിഞ്ഞ് കിടക്കുക. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് വരുമ്പോഴാണ് ഈ കഥ പുറത്തു വരുന്നത്. എനിക്കിങ്ങനെ ഒരു കടമുണ്ട്, ഒരു നേർച്ചക്കടമുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു 5-10 തവണയായിട്ട് കുറേശ്ശേ കൊടുത്തത് വീട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എങ്ങനെയും ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതുപോലെയുള്ള നേർച്ചക്കടങ്ങളുണ്ട്. പിന്നെ മിക്ക പ്രശ്നങ്ങളുടെയും പിന്നിൽ ഒരു പൈശാചിക ബന്ധനമുണ്ട് എന്നാണ് സത്യം. പൈശാചിക ബന്ധനമുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധജലം തളിക്കുമ്പോൾ, കുരിശ് സ്ഥാപിക്കുമ്പോൾ, അല്ലെ ബന്ധന പ്രാർത്ഥന ചെല്ലുമ്പോൾ അവിടെയൊക്കെ
വിടുതലുണ്ടാകുന്നത്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അപ്പം പലപ്പോഴും ഈ കാണുന്ന പ്രശ്നവും പിശാചും തമ്മിൽ നമ്മൾ നോക്കിയ ഒരു ബന്ധവുമില്ല. ഈശോയുടെ അടുത്ത് അപ്പൻ കൊച്ചിനെ കൊണ്ടുവന്നില്ലേ? ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയില്ല, രോഗം കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. പിന്നെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈശോ അപസ്മാര രോഗിയായ കുട്ടിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയപ്പോൾ ആൾക്ക് സൗഖ്യം കിട്ടി. അപ്പോൾ അപസ്മാര രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക ബന്ധനമായിരുന്നു. ഇങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ പൈശാചിക ബന്ധനമാണെന്ന് തോന്നില്ല, പക്ഷെ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ പൈശാചിക ബന്ധനമുണ്ട്. എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. കുറേ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഇങ്ങനെ മരണം കാത്ത് കിടക്കുക. വളരെ ശാന്തനായ മനുഷ്യനായിരുന്നു, ആരോടും കച്ചറയില്ലാത്ത മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹം ഇടയ്ക്ക് അങ്ങോട്ട് നിരന്തരം ചീത്തയും തെറിയും പറയാൻ തുടങ്ങി. ഉറക്കമില്ല, രാത്രിയും പകലും മറ്റുള്ളവരെല്ലാം ചീത്ത വിളിക്കുക. ആൾ മുന്നിൽ ആരും വരണ്ട, ചുമ്മാ മനസ്സിൽ ഓരോരുത്തരെ കണ്ട് ഇങ്ങനെ ചീത്ത വിളിക്കുക. ഇപ്പം ഞാനതറിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ചെല്ലുന്ന എല്ലാ കുർബാനയിലും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് ഡെലിവറൻസ് പ്രയർ ഇല്ലേ. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട്. എന്നോട് പറഞ്ഞു ഇപ്പോൾ ആ പ്രശ്നമില്ല, വളരെ ശാന്തമായി കിടക്കുന്നു. അപ്പം ആ ചീത്തയും തെറിയും പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള പല ബന്ധനങ്ങളുണ്ട്. അതിൽ പലതിൻ്റെയും പിന്നിൽ ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനവും പ്രവർത്തനമുണ്ടെന്നാണ്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കുർബാനയിൽ പ്രാർത്ഥിക്കണം, തനിച്ച് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം, ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ പല ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്നത്, പല വഴികളും തുറന്നു കിട്ടുന്നത്, പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോകുക, സുവിശേഷം പ്രസംഗിക്കുക, പിശാചുക്കളെ പുറത്താക്കുക, രോഗികളുടെ മേൽ കൈവയ്ക്കുക. അവർ പോയി പ്രസംഗിച്ചു, പിശാചുക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി. കാരണം കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു, വിശുദ്ധരുടെ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ എൻ്റെ സങ്കടം, എൻ്റെ കരത്തിന് കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള എൻ്റെ സങ്കടം. എല്ലാവരുടെയും അടുത്തേക്ക് എത്താൻ മാത്രം എൻ്റെ കരത്തിന് നീളമില്ലെന്നോ എൻ്റെ സങ്കടം. അപ്പോൾ ഇനി എനിക്കൊരു സമാധാനം കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? ഞാനൊരച്ഛനാണ്. ഇവിടെ പൗരോഹിത്യത്തിൻ്റെ ഒരു പൊട്ടെങ്കിലും പൊടിയെങ്കിലും ഒരു ചെറിയ അഭിഷേകം എന്നിലെ കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ധൈര്യത്തിൽ ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മടിയില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. മറ്റെങ്ങോട്ടും പോകണ്ട, നമ്മുടെ തന്നെ കുടുംബത്തിലേക്ക് പോവുക. നമ്മുടെ തന്നെ കുടുംബത്തിലേക്ക്. അവിടെ എന്തെല്ലാമാണ് ബന്ധനങ്ങളെന്ന് നമുക്കറിയാം. ആരിലൊക്കെയാണ് ബന്ധനങ്ങളെന്ന് നമുക്കറിയാം. നമ്മളിലുമുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരിലുമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല മേഖലകളുണ്ട്. ശാപത്തിൻ്റെ മേഖലയിൽ കാണാം, നേർച്ചക്കടത്തിൻ്റെ മേഖലയിൽ കാണാം, പൈശാചിക ബന്ധനം കാണാം. അങ്ങനെ പല മേഖല. അതുപോലെ ശരീരത്തിൽ രോഗമായിട്ട്, മനസ്സിൽ മുറിവായിട്ട്, ആത്മാവിന് ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരവസ്ഥ. അങ്ങനെ പല മേഖലകളിൽ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അകാല മരണം, അല്ലെ കല്യാണം നടക്കുന്നില്ല, അല്ലെ അബോർഷൻ നിരന്തരമായി നടക്കുന്നു, കുടുംബത്തിൽ വഴക്ക്, ദമ്പതികൾ തമ്മിൽ വഴക്ക്, അല്ലെ വീട് പണിയാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, ജോലി കിട്ടുന്നില്ല, കിട്ടിയ ജോലി നഷ്ടപ്പെടുന്നു, അല്ലാതെ തുടരാൻ പറ്റാതെ രാജിവെച്ച് പോകുന്നു. ഒരുപാട് മേഖലകളിൽ ബന്ധനങ്ങളുണ്ട്. നമ്മളൊരു വർഷത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓരോ മേഖലയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള ബന്ധനങ്ങൾ കർത്താവായ ഈശോയുടെ നാമത്തിൽ അഴിഞ്ഞു പോകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓരോ മേഖലയും പറയുമ്പോൾ ആ മേഖലയിൽ നിങ്ങളെയും
ഒരു കുടുംബാംഗങ്ങളെയും നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒന്നാമത് ആത്മീയ ബന്ധനമാണ്. വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കൂദാശയില്ല, സഭയില്ല, അങ്ങനത്തെ വ്യക്തികൾ പല കുടുംബങ്ങളിലുമുണ്ട്. ഒന്നെങ്കിൽ മാതാപിതാക്കളായിട്ട് അല്ലെ മക്കളായിട്ട്. അതൊരു ആത്മീയ ബന്ധനമാണ് അവർക്ക്. അപ്പം അങ്ങനെയുള്ള എല്ലാ വ്യക്തികളുള്ള ആത്മീയ ബന്ധനമുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് നമുക്കൊന്ന് കരമുയർത്തി കർത്താവിനെ അല്പസമയം സ്തുതിക്കാം. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, നിങ്ങൾ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം, ആ ബന്ധനം അഴിഞ്ഞു പോകുവാൻ വേണ്ടി കർത്താവായ ഈശോയെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് മേലുള്ള എല്ലാ ബന്ധനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലുള്ള ബന്ധനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദാസികൾ സ്വീകരിക്കാത്തവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവരെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെ ഉണർത്തണമേ, പ്രാർത്ഥനയിൽ അവരെ കൊണ്ടുവരണമേ. അവരുടെ മേലുള്ള ആത്മീയ മേഖലയിലുള്ള എല്ലാ ബന്ധനങ്ങളും നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പൗരോഹിത്യ അധികാരത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധങ്ങൾ വിട്ടുപോകട്ടെ, ആത്മീയ മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ ബന്ധനങ്ങളെ സമർപ്പിക്കാം. മനസ്സിന്റെ ബന്ധനങ്ങളെ സമർപ്പിക്കാം. നിരാശയും സങ്കടവും ഭയവും ഉത്കണ്ഠയും കുറ്റബോധവും അപകർഷബോധമുള്ള എല്ലാം കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്താം. കർത്താവെ, മനസ്സിന്റെ ബന്ധനത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. സങ്കടങ്ങളുള്ളവര്, ഭയമുള്ളവര്, കുറ്റബോധമുള്ളവര്, നിരാശയുള്ളവര്, വെറുപ്പുള്ളവര്, പകയുള്ളവര്, പ്രതികാര ചിന്തയുള്ളവര്, അപകർഷബോധമുള്ളവര്, കർത്താവ് അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ മേലുള്ള ആ ബന്ധനം ഈശോയുടെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനേകരെ ശരീരത്തിലും മനസ്സിലും സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിന്റെ ശക്തിയിൽ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും എല്ലാ മുറിവുകളും സൗഖ്യമാകട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, മനസ്സുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ശാരീരിക രോഗപീഠകളുള്ളവരെ സമർപ്പിക്കാം. ഒരുപാട് രോഗങ്ങൾ വഹിക്കുന്നവരുണ്ട്, ഒരുപാട് രോഗങ്ങൾ വഹിക്കുന്ന ഞാൻ തന്നെ രോഗിയാണ്. നമുക്കെല്ലാവർക്കും തന്നെ പലവിധ രോഗങ്ങളുണ്ട്. കഠിന രോഗങ്ങളുണ്ട്, മാറാ രോഗങ്ങളുള്ളവരുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാത്തവരുണ്ട്, ചികിത്സിച്ച് വിട്ടുപോകാത്ത രോഗപീഠകളുണ്ട്. അവയെല്ലാം സർവശക്തനായ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഏറ്റവും വലിയ വൈദ്യ നസ്രായനായ യേശുവാണ്. അവന്റെ ഒരു വചനം മതി, അവന്റെ ഒരു കർശനം മതി, അവന്റെ ഒരു കരസ്പർശനം മതി, ഏത് രോഗവും സുഖപ്പെടും. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ ഈശോയുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരിക. പണ്ട് ജനങ്ങള് രോഗികളെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ രോഗികളെ വിശ്വാസത്തിൽ ഈശോയുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് ഇരിക്കുകയോ കിടത്തുകയോ ചെയ്തിട്ട് കരമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്താലാണ് ഈ രോഗികളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഓ നസറായനായ ഈശോയെ, നിത്യവൈദ്യ, സർവ്വത്തിന്റെ മേൽ അധികാരമുള്ള വൈദ്യ, നിന്റെ സൗഖ്യത്തിന്റെ ശക്തി എല്ലാ രോഗികളുടെ മേലും വ്യാപിക്കട്ടെ, നിത്യരോഗികളുടെ മേൽ വ്യാപിക്കട്ടെ, ഹൃദ്രോഗികളുടെ മേൽ വ്യാപിക്കട്ടെ, കരൾ രോഗികളുടെ മേൽ വ്യാപിക്കട്ടെ, കിഡ്നി രോഗികളുടെ മേൽ വ്യാപിക്കട്ടെ, ക്യാൻസർ രോഗികളുടെ മേൽ ബാധിക്കട്ടെ. എല്ലാത്തരം രോഗികളുടെ മേലും ദൈവത്തിന്റെ ശക്തി, കർത്താവിന്റെ കരസ്പർശനം, സൗഖ്യം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സാമ്പത്തിക മേഖലകളെ ബന്ധനങ്ങളെ സമർപ്പിക്കാം. സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്ന്. കർത്താവിൻ്റെ സന്നിധിയിൽ ആ കുറവുകളെ, ഇല്ലായ്മകളെ, പ്രശ്നങ്ങളെ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. കർത്താവ് സർവ്വത്തിൻ്റെ അധിപനാണ്, സർവ്വസമത്തിൻ്റെ അടമയാണ്, സർവ്വത്തിന് അധികാരമുള്ള ദൈവമാണ്, എല്ലാ കെട്ടുകളും അഴിക്കാൻ കഴിവുള്ളവനാണ്. നിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ കെട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ തുറന്നു കെട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത കടം തിരിച്ചു കിട്ടാനുള്ള
മുന്നോട്ടുള്ള വഴി തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറമ്പിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനത്തിന് പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിച്ചാൽ അനേക കുടുംബങ്ങൾ രക്ഷപ്പെടും. കർത്താവ് എല്ലാ കുടുംബങ്ങളുടെയും സാമ്പത്തിക മേഖലകളെ നീ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്ര ദൈവമേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി. വീട് പണിയാനുള്ളവരുണ്ട്, വീട് പണിയാൻ നോക്കിയിട്ട് നടക്കാത്തവരുണ്ട്, പണം തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക. ആ പണിതീരാത്ത വീടിനെ, പണിയാൻ ആഗ്രഹിക്കുന്ന വീടിനെ ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, നീ മനസ്സ് വെച്ചാൽ ഇത് സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് നീ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിവനാണ് നീ. നീ മനസ്സ് വെച്ചാൽ കർത്താവേ, വീട്ടുപണിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. കർത്താവേ, അതിനുള്ള എല്ലാ തടസ്സങ്ങളെയും അതിന് പിന്നിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും പൗരോഹിത്യ അധികാരത്താൽ യേശുനാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വീട് പണിയാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്ര ദൈവമേ നന്ദി. നമ്മുടെ മേലുള്ള, കുടുംബത്തിന് മേലുള്ള, കുടുംബാംഗന മേലുള്ള എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പല വ്യക്തികളിലും ദുശ്ശീലങ്ങളായി, തഴകദോഷങ്ങളായി, വിശ്വാസമില്ലായ്മയായിട്ട്, മാറാരോഗങ്ങളായിട്ട് പല പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ദുഷ്ടാരൂപികളെ തകർന്നു പോകാൻ വേണ്ടി, നിർവീര്യമാകാൻ വേണ്ടി, ബന്ധിക്കപ്പെടാൻ വേണ്ടി ഈശോയുടെ പകൽ കരങ്ങൾ ഉയർത്താം. സർവശക്തനായ ദൈവമേ, പീഡാസനവും മരണവും ഉയർപ്പും വഴി സർവ്വത്തെമേൽ ആധിപത്യം നേടിയ ഈശോയെ, അവിടുത്തെ നാമത്തിൽ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ ഭവനത്തെയോ വസ്തുക്കളെയോ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും പൈശാചിക ശക്തികളെയും പൗരോഹിത്യ അധികാരത്തോടുകൂടി ഞങ്ങൾ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ദുഷ്ടാരൂപിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകകളും എല്ലാം വിമോചിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള കരത്തിന് കീഴിലായിരിക്കട്ടെ ഞങ്ങളുടെ ഭവനവും കുടുംബാംഗങ്ങളും. ദുഷ്ടാരൂപികൾക്ക് ഞങ്ങളുടെ മേലോ, ഞങ്ങളുടെ ഭവനത്തിന് മേലോ, വസ്തുവകളുടെ മേലോ യാതൊരു അധികാരമില്ല എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ദുഷ്ടാരൂപികളുടെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സമർപ്പിക്കാം. ലഹരിക്കടിമകളായിട്ടുള്ളവരെ സമർപ്പിക്കാം. തെറ്റായ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടവരെ സമർപ്പിക്കാം. അതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളുള്ളവരെല്ലാം സമർപ്പിക്കാം. ഓരോരുത്തരുടെ കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ, അവസ്ഥകൾ എന്തൊക്കെയാണോ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, സർവശക്തനായ ദൈവമേ, സർവ്വത്തിന്മേൽ അധികാരമുള്ള ദൈവമേ, നിന്നെ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല, നീയാണ് ദൈവം. നീ സർവശക്തനാണ്, നീ ബന്ധനങ്ങൾ അഴിക്കുന്നവനാണ്, ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നവനാണ്, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനാണ്, തകർച്ചയിൽ നിന്ന് കോരിയെടുക്കുന്നവനാണ്, പെരുമൽ രക്ഷിക്കുന്നവനാണ്, വീണവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്, തളർന്നവരെ താങ്ങി നിർത്തുന്നവനാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അടയാളങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, സർവ്വ തിന്മകളെ രക്ഷിക്കുന്ന ദൈവമാണ്. കർത്താവേ, ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, വിശ്വാസത്തിൽ ഓരോ കുടുംബത്തിന്റെയും വാതിൽപ്പടിയിൽ ഞാനിപ്പോൾ പൗരോഹിത്യ അധികാരത്തോടുകൂടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന് മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, അവിടെ അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളുടെ തലയിൽ വിശ്വാസത്തിൽ ഞാൻ കരം വയ്ക്കുന്നു. അവിടുത്തെ അദൃശ്യമായ കരം എൻ്റെ കരത്തോട് ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തികളെ അനുഗ്രഹിക്കണമേ, അവരിലുള്ള ബന്ധനങ്ങളെ അഴിച്ചു കളയണമേ, രോഗങ്ങളെ സുഖപ്പെടുത്തണമേ, പൈശാചിക ബന്ധങ്ങളെ എടുത്തു മാറ്റണമേ, പഴക്ക ദോഷങ്ങളും തെറ്റായ പ്രവണതകളെ എടുത്തു മാറ്റണമേ, ആത്മീയ ഉണർവ് നൽകണമേ, പരിശുദ്ധാത്മാവിനെ നയിക്കണമേ, ദൈവത്തിന്റെ മക്കളാക്കണമേ, ദൈവത്തിന്റെ കുടുംബങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് കരമടിച്ച് നമുക്ക് ചേർത്ത് പാടി ആരാധിക്കാം. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു
കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, വംശങ്ങളുടെ മേൽ, ഗോത്രങ്ങളുടെ മേൽ ഈ രാത്രിയിൽ അഭിഷേകമായി ഇറങ്ങട്ടെ. ആ രക്തത്താൽ സകല ശാപ പാപ ബന്ധകെട്ടുകളും ഈ രാത്രിയിൽ അഴിഞ്ഞു വീഴണം. യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ നിറയട്ടെ. കാരമുയർത്തി അതരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? അതരം തുറന്ന് വിളിക്കാമോ? ഹൃദയം നുറുങ്ങി വിളിക്കാമോ? യേശുവേ, യേശുവേ, ഈശോയേ, ഈശോയേ. വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ വിജയം നേടി. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവരുടെ മേൽ അവർ വിജയം നേടി. യേശുവിന്റെ രക്തത്താലാണ് വിജയം, യേശുവിന്റെ രക്തത്താലാണ് വിജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് കരമടിച്ച് വീണ്ടും ഉണർവോടെ പാടി പ്രാർത്ഥിക്കാം. ഈശോ, ഈശോ. ആമേൻ, ആമേൻ. രോഗഭയം, മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. ആമേൻ. രോഗഭയം, മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വീണ്ടും പാടാം. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ഇരുകരമുയർത്തിയ ആ കുഞ്ഞാടിനെ നമുക്ക് വീണ്ടും ആരാധിക്കാം. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്, നമ്മുടെ പാപത്തിന് പരിഹാരമായി അറക്കപ്പെട്ട കുഞ്ഞാട് 3 ആണ്ടുകളിൽ അതിന്റെ അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തവനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഈശോയേ, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊട്ടടുത്ത ആളെ ഒന്ന് മുഖത്തൊക്കെ നോക്കി ഒന്ന് വിഷ് ചെയ്ത് ഒന്ന് സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. ഇടത്തും വലത്തിരിക്കുന്ന വ്യക്തിയെ ഒക്കെ ഒന്ന് വിഷ് ചെയ്യുക. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നൈറ്റ് വിജിലിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളിൽ നല്ല തമ്പുരാൻ അവിടുത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ഏറെ നന്ദിയോടെ നമുക്ക് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാം. കാരണം ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലൂടെ വെച്ച ചിത്രം കരുണയുടെ ചിത്രമാണ്. നിങ്ങൾ കണ്ടു കാണൂ അല്ലേ? കരുണയുടെ ചിത്രമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ പെയ്തിറങ്ങുന്ന ഒരു രാത്രിയിലാണ് നമ്മളായിരിക്കുക. ഈ കരുണ നമ്മൾ പിടിച്ചു വാങ്ങുവാൻ 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്.
ഒന്ന് നാം ശക്തമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന്, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. രണ്ട്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ഞാൻ അറിയണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കണം. എന്നിട്ട് പറഞ്ഞ് നല്ല പോലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. സ്നേഹമുള്ളവരെ, നമ്മൾ സ്തുതി ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ സങ്കീർത്തന വചനം 56-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനമാണ്. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണ് എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഒരുപാട് ശത്രുക്കൾ, നമ്മുടെ ശരീരം പോലും നമ്മുടെ ശത്രുതയായി മാറാം. നമ്മുടെ ലോകം ഒരു ശത്രുവാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മൾക്ക് പറയുകയാണ്, 56-ാം സങ്കീർത്തനത്തിന്റെ 9-ാം തിരുവചനം, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. വേറെ ഒന്നുമല്ല, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്ന ദൈവത്തിൻ്റെ കരുണ പെയ്തിറങ്ങുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ നമുക്ക് ഈ ആലയത്തിലായിരിക്കാം. കണ്ണുകളടച്ച് ശരീരമൊക്കെ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി നമ്മെ സമർപ്പിക്കാം. ദൈവ കണ്ണുകളടച്ച് കസേരയിലേക്ക് ഒന്ന് നിവർന്നിരുന്ന ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അല്പസമയം നമുക്ക് കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവം നൽകിയ നന്മകളെയൊക്കെ ഒന്ന് ഓർക്കാം. എത്രയോ വലിയ നന്മകൾ അവിടെ നമുക്ക് നൽകി. ഓരോ നിമിഷങ്ങളിലും സംഗീതത്തിന് ഇപ്രകാരം പറയാണ്, എൻ്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടെ നിന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, എൻ്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട്. ആരും തളർന്നു പോകരുത്. നമ്മുടെ ഓരോ കഷ്ടപ്പാടുകളും കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ഓരോ കണ്ണുനീരും കർത്താവിൻ്റെ കൈകളിലുണ്ട്. അതെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവത്തിലുള്ള വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുമ്പോൾ, കാരുണ്യത്തിൻ്റെ സ്നേഹം, ആ കാരുണ്യം നമ്മൾ അനുഭവിച്ചറിയും. അതുകൊണ്ട് നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ വലയുന്നവരായിക്കൊള്ളട്ടെ, മനസ്സ് തളർന്നു പോകാതെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് സ്തുതിച്ച് ആരാധിക്കണം. ദൈവത്തിന് മഹത്വം നൽകണം. അതുകൊണ്ട് കണ്ണുകളടച്ച് കഴിഞ്ഞ നാളുകളിൽ ഓരോ നിമിഷങ്ങളിലും ഒന്ന് ഓർത്തു നോക്കി, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെ കൺമണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തെ നമുക്കൊന്ന് സ്നേഹിക്കാം. എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാമോ? എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ കൃപയാലാണ് ഞാൻ നടത്തപ്പെടുന്നത്. അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അങ്ങയുടെ കരുണയാണ് എന്നെ താങ്ങി നടത്തുന്നത്. ആ വിശ്വാസത്തോടെ ഈ ആരാധന നമുക്ക് പങ്കെടുക്കാം. ഓരോ നിമിഷങ്ങളും കണ്ണിമ വെട്ടാതെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. നല്ല ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം, ആവർത്തിച്ച് പറയാം, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പറയാമോ? ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതരം കൊണ്ട് നേരിട്ട് പറയാമോ? ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ വരികളോട് ചേർന്ന് നമ്മൾ പാടി നമ്മൾ ആരാധിക്കുകയാണ്. എല്ലാം ദൈവത്തിന് മഹത്വം. കൃപയാൽ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയാം. ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഒരു നാളിലും പിരിയാതന്ത്യത്തോളം ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി. നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഒരു നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. സത്യമല്ലേ? ഞാനങ്ങേ സ്നേഹിക്കുന്നു, പാടാമോ? എൻ ജീവനെ കാണുന്നും. പാടാമോ? ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെ കാണുന്നും.
ഹൃദയമോടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൺമണി പോലെ നമ്മളെ കാക്കുന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നിന്റെ കൃപയാൽ ദൈവമേ, നീ എന്റെ ഉള്ള കയ്യിൽ എന്നെ നീ വഹിക്കുന്നല്ലോ. ഓരോ നാളിലും ഓരോ നിമിഷങ്ങളിൽ നീ എൻ്റെ കൂടെയുണ്ടല്ലോ കർത്താവേ. ഞാൻ അങ്ങയെ സ്നേഹിച്ച് ആരാധിക്കുന്നു, അങ്ങയുടെ തിരുനാമത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും എല്ലാം തള്ളിയ ചില സമയങ്ങളുണ്ടായില്ലേ? അതെ, നമ്മുടെ പേര് പോലും കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മോശത്തോടെ കാണുന്ന, നമ്മളെ അകറ്റി നിർത്തുന്ന നിമിഷങ്ങൾ. അതെ, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീനൊന്നുമില്ലേ? നമുക്കറിയാം, കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കാം. യോഹന്നാൻ അല്ലെങ്കിൽ നമുക്കറിയാം, ആ ഭക്ഷണം ഒരുക്കി പ്രാതലൊരുക്കി കർത്താവ് കാത്തിരിക്കുന്ന സ്നേഹം കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിൽ കാണുന്ന എഫ്രായിം, നീ എൻ്റെ ഓമനക്കുട്ടനല്ലേ, നീ എൻ്റെ ഓമനക്കുട്ടനല്ലേ. വലിയ സ്നേഹത്തോടെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും കൂടപ്പുറപ്പുകളും ഒക്കെ ഒരുപക്ഷെ നമ്മളെ തള്ളിയപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ നമുക്ക് സ്നേഹിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുന്നു. ഞങ്ങളുടെ കൂടെ ചേരാമോ? ആരാധിക്കും. പെറ്റമ്മയും സ്നേഹിതം തള്ളിയിടിലും കണ്ണുകളടച്ച് ജീവൻ നൽകി ഞാൻ അതെ, സ്നേഹിച്ചു നിർത്തിയിടി. ആ വരികളോടൊന്ന് ചേരാമോ? പെറ്റമ്മയും സ്നേഹിതർ തള്ളിയിടിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മറപ്പേ. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോമനപ്പേ. വളർത്തിയെന്നോളമാക്കി അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്നു. തിരുനാമമഹത്വത്തിനാ വളർത്തിയെന്നോളമാക്കി. വളർത്തിയെന്നോളമാക്കി. സത്യമല്ലേ? കർത്താവിനെ സ്നേഹിക്കാൻ പോകുന്നത് എങ്ങനെയാ? അവിടുത്തെ സ്നേഹിക്കാതിരിക്കുക. ഒന്ന് ഞങ്ങളുടെ കൂടെ ചേരാമോ? പല കരങ്ങൾ ഉയർത്തി ഞാനങ്ങേ സ്നേഹിക്കുന്നു. കണ്ണുകളടച്ച് എല്ലാവരും ഒരേ മനസ്സോടെ പാടുന്നു. ജീവനെ കാണുന്നു. ഞാനങ്ങേ സ്നേഹിക്കുന്നു. ആരാധിക്കാമോ? എൻ ജീവനെ കാണുന്നു. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഹൃദയത്തിൽ നിന്ന് പാടാമോ? ആരാധിക്കും അങ്ങേ ഞാൻ ജീവൻ കൊടുത്തൊന്ന് പാടിയേ. ആത്മാർത്ഥ ഹൃദയമോടെ. ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പാടാം. ഞാനങ്ങേ സ്നേഹിക്കുന്നു. വാതുറന്ന് പാടാമോ? എൻ ജീവനെ കാണുന്നു. ഒരിക്കൽ കൂടി. ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഈശോ. എൻ ജീവനെ കാണുന്നു. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഹൃദയം കൊടുത്ത് ആരാധിക്കും അങ്ങേ
ഈശോയെ ആരാധന, കരങ്ങൾ മാറോട് ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നാവിനെ വിട്ടുകൊടുത്ത് ആത്മാവിലൊന്ന് പാടാമോ? രണ്ട് കരം ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ആരാധിക്കുന്നു. സ്തുതിക്കാമോ? സമൂഹം ഒന്ന് സ്തുതിക്കാമോ? എല്ലാവരും ഭവനങ്ങളിലുള്ളവർ എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് സ്നേഹിച്ച് ആരാധിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമഹത്വം ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയട്ടപ്പ. കർത്താവേ, ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കൃപ ചൊരിയുന്നതിനായി നന്ദി പറയുന്നു. ശിശു മനോഭാവത്തോടെ ആരാധിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത്രമാത്രം നമ്മളെ വഴി നടത്തുന്ന ഏത് ചെറിയ കാര്യങ്ങളിലും വളരെ വിശ്വസതയോടെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നന്ദി പറഞ്ഞ് ആരാധിക്കുക? ഈ ജീവിതം പോലും കൊടുത്താൽ നമുക്ക് മതിയാവുകയില്ല. എന്താണ് നമ്മൾ പകരം നൽകുക? കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് വാക്കുമാറാത്ത ദൈവം നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. മനുഷ്യരുടെ വാക്കുകൾ മാറും, എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിലുള്ള വാഗ്ദാനങ്ങൾ വിശ്വസിക്കണം. അബ്രഹാത്തോട് പറഞ്ഞു, അദ്ദേഹം നീണ്ട വർഷം കാത്തിരുന്ന് അദ്ദേഹം അനുഗ്രഹം പ്രാപിച്ചു. അതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സ് തളർന്ന് നിരാശപ്പെടരുത്. വാക്കുമാറാത്ത ഒരു ദൈവം അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, നമ്മുടെ ദൈവം വാക്കുമാറാത്തവനാണെന്ന് പറഞ്ഞേ. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസനാണെന്ന് പറഞ്ഞേ. ഒരു പാട്ടുകൂടെ പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ അടിക്കാമോ? കരങ്ങൾ ഉയർത്തി അടിക്കാമോ? വാക്കുമാറാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസനായ ദൈവത്തെ ആരാധിക്കാം. ഇരു സൈഡിലും കരങ്ങൾ അടിക്കാമോ? ഇരു സൈഡിലും പുഞ്ചിരിച്ചുകൊണ്ട്, ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആരാധിക്കാമോ? ഞങ്ങളുടെ കൂടെ ചേരാമോ? വാക്കുമാറാത്ത ദൈവം. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാമോ? കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാമോ? കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ആടിപ്പാടാമോ?
ആമേൻ 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 ലാ 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 ആമേൻ 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 കരങ്ങളടിച്ച്. ലാ ലാ ആമേൻ ആമേൻ ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വം കൊടുക്കാം. വാക്കുമാറാത്ത ദൈവത്തെ, വാഗ്ദാനങ്ങളെ വിശ്വസ്തരായ ദൈവത്തെ ആരാധിക്കാം. മടി കൂടാതെ, ലജ്ജ കൂടാതെ ആരാധിക്കാമോ? ഓ, സാധ്യതകളല്ല എനിക്കാധാരം, അതെ. സർവശക്തനാണെന്റെ അടിസ്ഥാനം. സാധ്യതകളല്ല എനിക്കാധാരം, സർവശക്തനാണെന്റെ അടിസ്ഥാനം. മനുഷ്യനല്ല മാനുഷികമല്ല, ദൈവത്താലത്രേ ദൈവ ഇഷ്ടത്താലത്രേ. മനുഷ്യനല്ല മാനുഷികമല്ല, ദൈവത്താലത്രേ കരങ്ങളെ അടിക്കാമോ? തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം വിശ്വസിച്ചോ? ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 വിശ്വസിച്ച് ആരാധിക്കാം. ക്രിസ്തു യേശുവിൽ. യേശുക്രിസ്തുവിനെല്ലാം സാധ്യമാണ്. ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം പാടിയോ? ഉവ്വ വാ തുറന്ന് പാടാമോ? വാഗ്ദാനം. ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. യേശുവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഈശോയേ, ഈശോയേ എന്നൊന്ന് വിളിക്കാമോ? ഈശോയേ, ഈശോയേ എന്ന് വിളിക്കാമോ? ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ എന്നെ വിട്ടുപോകും. ദൈവം എന്റെ പക്ഷത്താണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നു. യേശുവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്നു. നിരാശപ്പെടാതെ പ്രത്യാശയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകളടച്ച് പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സാന്നിധ്യം മുഴുവനും ഇതാ താന്നിറങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. ദൈവം തന്റെ കരുണ വർഷിക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. കണ്ണുകളടച്ച് എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും ഒരിക്കൽ കൂടി ഒന്ന് കൊടുക്കാമോ? കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. പരമപരിശുദ്ധനായ ദൈവം, അതെ, പരിശുദ്ധനായ ദൈവം ഇതാ നമ്മുടെ അരികിൽ, നമ്മുടെ ഉള്ളിൽ ഇതാ വസിക്കുന്നു. അവിടത്തേക്ക് നമുക്ക് സ്തുതികൾ അർപ്പിക്കാം, ആരാധന അർപ്പിക്കാം. ഈ ഇരടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ മഹാപ്രസൻസ് ഇവിടെ കടന്നു വരികയാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ആ രശ്മി നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കും. അവർക്ക് അല്പം കൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയും പുകഴ്ചയും കൊടുത്തേ, എല്ലാ പുകഴ്ചയും കൊടുത്തേ, എല്ലാ നാവുകളും പാടട്ടെ. യേശുവേ, പരിശുദ്ധൻ പരിശുദ്ധൻ. മാലാഖമാരും സറാഫുകളും മാലാഖ വൃന്ദങ്ങളും എല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 എന്ന് വിളിക്കാമോ? പരിശുദ്ധൻ 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 പരിശുദ്ധൻ. സ്തോത്രം യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാമോ? ഈ വരികളോടൊന്ന് ഹൃദയം ചേരാമോ? പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ചേർന്ന് പാടാമോ? ദൈവം
കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തി സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമഹത്വം ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കുകൊണ്ടിരിക്കുന്ന സകല ജീവിതങ്ങളുടെ മേലും കർത്താവിന്റെ പരിശുദ്ധി വെളിപ്പെടട്ടെ. ഈശോയെ, അങ്ങ് പരിശുദ്ധനാണെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, അങ്ങ് പരിശുദ്ധനാണ് ദൈവമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചു. സർവ സൃഷ്ടികളും വാഴ്ത്തുമേ ദൈവമേ, സകല നാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. മാലാഖമാരോട് ചേർന്ന് പാടാമോ എല്ലാവരും? ദൂതരും സർവ്വ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ, സകല നാവും പാടുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധൻ. വാ തുറന്ന് സ്വരമുയർത്തി ദൈവം പരിശുദ്ധൻ. ആരാധിച്ചോ? ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഒരേ മനസ്സോടെ പാടാമോ? ദൈവം പരിശുദ്ധൻ. അപ്പാ ദൈവം പരിശുദ്ധൻ. പാടാമോ? ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ആമേൻ. മാലാഖമാരോട് ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ കൂടി പാടുന്നു. ഹല്ലേലൂയ, ആമേൻ. നരം ബലം ബിയരം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, കണ്ണുകളടച്ച് ഇരുകരം ഉയർത്തി ഒരിക്കൽ കൂടി ദൈവം പരിശുദ്ധൻ. ഒരിക്കൽ കൂടി ദൈവം പരിശുദ്ധൻ കാണുന്നു. ദൈവം പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധി വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദൈവമഹത്വം ഉറങ്ങുന്നു. ദൈവമഹത്വം വ്യാപരിക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാവരും യേശുവേ എന്ന് വിളിക്കാമോ? കണ്ണുകളടച്ച് ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ എന്നെ പിന്തിരിഞ്ഞോടും. യേശുവേ എന്ന് വിളിക്കാമോ? ദൈവം എന്റെ പക്ഷത്താണ്. ദൈവത്തിന്റെ പരിശുദ്ധി ആലയത്തിൽ വെളിപ്പെടുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ. സറാഫുകളും മാലാഖമാരും ആരാധിക്കുന്ന ദൈവം പരിശുദ്ധൻ, മഹോന്നതൻ മഹോന്നതൻ. ദൈവം പരിശുദ്ധൻ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ദൈവം പരിശുദ്ധൻ. ഒന്ന് ചലിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ചലിച്ചുകൊണ്ട് പരിശുദ്ധൻ. കണ്ണുകളടച്ച് കർത്താവിനെ കണ്ടോണ്ടിരിക്കൂടി. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. വാ തുറന്ന് ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. കാരുണ്യം. ദൈവത്തിന്റെ കരുണ ഇറങ്ങുന്നു. സ്വീകരിച്ചോ, സ്വീകരിച്ചു. സ്തുതിച്ചോ, സ്തുതിച്ചോ. ദൈവത്തിന്റെ കരുണ സ്വീകരിച്ചോ.
പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ശാന്തമായിരുന്ന ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം.